പാർട്ടിയുടെ ഭാഗം തന്നെ ആയിട്ടുള്ള എം.എ. ഷഹനാസിലേക്ക് പോകുന്നു. ഷഹനാസ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിലെ ഒരുപാട് വനിതകൾ അവരനുഭവിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഷഹനാസിനും ചെറിയ അനുഭവമുണ്ട്, അത് ഷഹനാസ് പറഞ്ഞിട്ടുണ്ട്. ഏത് രൂപത്തിലാണ് ഈ സംവിധാനത്തിൽ പല നേതാക്കളും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഈ പരാതിയുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതിൽ ഈ പറയുന്ന വടകരയ്ക്ക് വിളിപ്പിച്ചു എന്ന് ഈ യുവതി പറഞ്ഞ പരാതിയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉറപ്പായിട്ടും അത് ആയുധമാക്കുമല്ലോ, ഉറപ്പായിട്ടും എതിർകക്ഷികൾക്ക് ആയുധമാണ് അത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ? പാർട്ടി നടപടിയെടുത്തു എന്നതിനപ്പുറം ഇനി അതിലേക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ഷഹനാസ് കാണുന്നത്? സ്മൃതി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു MLA എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജി സ്വമേധയാ വെക്കേണ്ടതാണ്. അതല്ല അദ്ദേഹത്തിനെ ആരാണ് രാജി വെപ്പിക്കേണ്ടത് എന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. നിയമസഭാ സ്പീക്കറാണോ എന്നുള്ള കാര്യം, ആരാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കേണ്ടത് എന്ന് കൃത്യമായ ധാരണ എനിക്കില്ല. എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ വെക്കുന്നു. അത്തരത്തിൽ മുന്നോട്ട് പോകണം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ പരാതി, ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അടക്കം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ രണ്ടാമത്തെ പരാതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. അതല്ല, മൂന്നാമത് ഒരു അതിജീവിത കൂടി വന്നിട്ടുണ്ട്. ആ മൂന്നാമത്തെ അതിജീവിതയുടെ കേസിലാണ് ഈ മനുഷ്യനെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കുരയ്ക്കുന്ന സൈബർ ആളുകൾ അറിയേണ്ടതുണ്ട്. അതായത് ഇനിയും ഒരു സീരീസ് ഓഫ് റേപ്പിസ്റ്റ് ആണ് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹം ഏറ്റെടുക്കേണ്ട കാരണമാണ്. അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട ഒരു ഗതികേടും കോൺഗ്രസ് പ്രസ്ഥാനത്തിനില്ല. കാരണം അദ്ദേഹത്തിന് ഈ പരാതികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനു പേരിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നെറുകേടിന്റെ ഉത്തരം പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, ഇത് കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ സ്ത്രീകളുടെ ജനകീയ മുന്നേറ്റമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ വന്ന് സ്വന്തം മുഖം കാണിച്ച് മുന്നോട്ട് വന്നപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, സിനിമയിലുള്ള ഒരു അതിജീവിത സ്വന്തം മുഖം മറയ്ക്കാതെ മുന്നോട്ട് വന്ന് നടത്തിയ ധീരമായ അവരുടെ ഒരു മുന്നേറ്റമാണ് എനിക്കിവിടെ വന്ന് പറയാൻ സാധിച്ചത് എന്ന്. അതുപോലെ നിരവധി സ്ത്രീകൾക്ക് ഇവിടെ വന്ന് പറയാൻ സാധിക്കണം, ഞാൻ അനുഭവിച്ച, മറ്റൊരു സ്ത്രീ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഞാനാണ് ഇതിന്റെ ഇര എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള സ്ത്രീകളുടെ തന്റേടമാണ് കാണിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ തന്റേടമാണ് കാണിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാവട്ടെ, ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടത് അവരെ ഏറ്റവും അർഹമായ ശിക്ഷ ലഭിക്കാൻ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനും, സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും, സ്ത്രീകൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് നിൽക്കാനും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഏതോ കാലത്ത് തുടങ്ങിയതാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോ അതാരാണോ അവരെ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്ന മര്യാദ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കേണ്ടതുണ്ട്. അതിനെതിരെ നിങ്ങൾ മുഖം മറച്ചു നിന്നാൽ ഇനി സ്ത്രീകൾ അടങ്ങിയിരിക്കില്ല. നിങ്ങൾ ഒരു സ്ത്രീയെ ഏറ്റവും പറയാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങൾ വേശ്യയാണെന്നാണ്. അത് ഞങ്ങൾ അടക്കമുള്ള സ്ത്രീകൾ ഇരകൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഞങ്ങൾ കമന്റ് ബോക്സിൽ കാണുന്ന കാര്യങ്ങളാണത്. അതിനപ്പുറം നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഓരോ ഇരയും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ഒരു മുന്നേറ്റമായിട്ട് കാണുന്നു. ഇവിടെ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾ മുന്നോട്ട് വന്ന് പീഡകരെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയൊരു മുന്നേറ്റമായിട്ട് തന്നെ കാണുകയാണ്. ഇതിനെ കോൺഗ്രസിന് പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA അദ്ദേഹം ഇരിക്കുന്ന വേദി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ആ വേദിയിലേക്ക് വരാത്ത ഒരാളാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA, അവരൊക്കെ നീണ്ട കാലമായി രാഷ്ട്രീയം നമുക്ക് മുന്നിൽ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരുന്ന മനുഷ്യന്മാരാണ്. സ്ത്രീകളെ ബഹുമാനിക്കണമെന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും സ്ത്രീകൾക്കൊപ്പം നിൽക്കണമെന്നും അവരവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കാണിക്കുന്നുണ്ട്. അത് എല്ലാ പാർട്ടികളും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടപ്പോൾ ഒരു മുഖം തിരിച്ച് മുന്നോട്ട് പോയ ശ്രീ രമേശ് ചെന്നിത്തലയെ നമ്മൾ കണ്ടു. സ്ത്രീകൾക്ക് ഇതിൽ പരം അഭിമാനിക്കാൻ
കാണിക്കാനുള്ള, കോൺഗ്രസ് പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള മറ്റെന്താണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സൈബർ ബുള്ളിങ്, അതിനെ ആരാണ് കണക്കിലെടുക്കുന്നത്? അവർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ആരാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഈ ഇത്രത്തോളം ബുള്ളിങ് അടക്കം, എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഇവരുടെ ആളുകളാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആളുകളാണ് ശരിക്കും അദ്ദേഹത്തെ ഏറ്റവും കുടുക്കിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മോശപ്പെടുത്തുന്നത് ഈ ഇത്തരത്തിലുള്ള ബുള്ളിയും കമന്റ്സുകളും മറ്റും ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെ സ്ത്രീകളുടെ വായടയ്ക്കാം എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി ഈ പുതിയ കാലത്തിന്റെ സ്ത്രീ മുന്നേറ്റത്തിനെ തടയാൻ സാധിക്കില്ല എന്ന് ഉറച്ച വിശ്വാസം എനിക്കിപ്പോ ഉണ്ട്. തന്റെ മുഖം കണ്ടാൽ എന്താ, എന്റെ പേരറിഞ്ഞാൽ എന്താ, ഞാൻ അനുഭവിച്ച പീഡനം, ഞാൻ അനുഭവിച്ച മാനഹാനി, ഞാൻ അനുഭവിച്ച മെന്റൽ ട്രോമ, അത് പുറത്തു പറഞ്ഞ് അതിന് പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ അതിന്റെ പ്രതിയായ ഒരാളെ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ഓരോ പെണ്ണുമാണ് ഇന്ന് പ്രതികരിക്കാനുള്ള, ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, സമൂഹത്തിനുള്ള പ്രതീകം എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ഇരകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വരാനുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും അദ്ദേഹത്തിന്റെ അധികാരം, പണം, പ്രശസ്തി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും മറ്റ് നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് അദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ വന്നിട്ടുള്ള 3 പരാതികളും സമാന രീതിയിലുള്ള പരാതികളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീ സമൂഹം, രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ ഈ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.